ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? ഞാൻ കാരണം ഒരിക്കലും അമ്മയുടെ ഉറക്കം നഷ്ടപ്പെടില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ മോക്കൊരു ജീവിതം തരാൻ നീ തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല മോനെ. പക്ഷെ നാളെ ഈ സത്യം മറ്റുള്ളവരറിയുമ്പോൾ അറിഞ്ഞാലല്ലേ? ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. അറിയണമെങ്കിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ പൂജ പറയണം. ഞങ്ങൾ പറയില്ല എന്ന് അമ്മയ്ക്ക് ഞാൻ ഉറപ്പ് തരാം. എന്താ, അതുപോലെ? മതി മതി മോനെ, അത് മതി. പക്ഷെ ആ ഷാനുവിന്റെ വീട്ടുകാര് അവര് പറയുന്നൊന്നും അമ്മ കാര്യാക്കണ്ട. അല്ല, മുത്തശ്ശി നാളെ എന്തെങ്കിലും ഇതറിഞ്ഞ? എൻ്റെ മുത്തശ്ശി ഞാൻ പറയുന്നതേ വിശ്വസിക്കും. ആ കാര്യത്തിൽ എനിക്ക് അമ്മയ്ക്ക് ഉറപ്പ് തരാൻ പറ്റും. ഞാനെല്ലാം ആലോചിച്ചിട്ട് തന്നെ അമ്മേ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. നീ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് എന്റെ മോള. പക്ഷെ ആ ഭാഗ്യം അവളെ തിരിച്ചറിയാൻ അല്പം വൈകിയെന്ന് മാത്രം. നീ സ്നേഹിക്കുന്നത് പോലെ നിന്നെയും അവളെ സ്നേഹിക്കുന്നുണ്ടാവൂല്ലേ? എന്താ മോനൊന്നും മിണ്ടാത്തെ? അത് പറയേണ്ടത് ഞാനല്ലല്ലോ അമ്മേ. പറയും, അവള് പറയും. അധികം വൈകാതെ അവളത് പറയൂന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. നിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോകാൻ മാത്രം ഭാഗ്യദോഷിയല്ല എന്റെ മോള്. അമ്മ പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് എല്ലാം നല്ലതായി കലാശിക്കാൻ. ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചതെല്ലാം എന്റെ ദൈവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എന്റെ മോൾക്ക് നിന്നെ കിട്ടിയത്, നിനക്ക് ഇങ്ങനൊരു മുത്തശ്ശിയെ കിട്ടിയത്, നമുക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടിയത്. അയ്യോ അമ്മേ, അമ്മ കരയല്ലേ? അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ കാരണം ഒരിക്കലും പൂജയുടെ കണ്ണ് നനയില്ല. മോനെ, എനിക്ക് ദൈവം തന്നത് ഒരു മകളെ മാത്രമല്ല, മകനെ കൂടിയാ. ഈ അമ്മയും ഭാഗ്യം ചെയ്തവളാ.